ഈ DJI Osmo Pocket 4P ഇതിന്റെ സെറ്റിങ്ങുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഇതാണ് നമ്മുടെ Osmo Pocket 4P എന്ന മോഡൽ. ഇത് നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കൊരു ഓൺ ബട്ടൺ എല്ലാം വരുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്ത് നമുക്ക് ഇത് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇത് ഓൺ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ഒരു സ്ക്രീൻ ഓൺ ചെയ്തപ്പോഴേക്കും ഇത് ഓൺ ആയിട്ടുണ്ട്. ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ ടാപ്പ് ചെയ്യുക. ഇനി വീണ്ടും ഞാൻ ഇത് ഓൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് വെർട്ടിക്കൽ മോഡിൽ വീഡിയോസ് എല്ലാം ചെയ്യണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇതുപോലെ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്നതിൽ ടാപ്പ് ചെയ്യുക. അതിനാൽ തന്നെ ഇത് ഓഫ് ആകുന്നില്ല. ഇപ്പോൾ നമുക്ക് വെർട്ടിക്കൽ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് 3x ഇപ്പോൾ ഇത് ഇരിക്കുന്നത്. അതായത് സൂം ചെയ്തിട്ടാണ്. സൂം ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ ഇത് സൂം ഔട്ട് ആയിട്ടുണ്ട്. ഇനി ഓസ്മോ പോക്കറ്റ് 4P വരുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് പറയാം. നിങ്ങൾ ഇതിൽ മൈക്ക് എല്ലാം കണക്ട് ചെയ്യുന്ന സമയത്ത് മൈക്കിന്റെ വോളിയം എല്ലാം തന്നെ ഇത് നല്ല ഹൈ ആയിട്ടെല്ലാം വരുന്നത് കാണാം. അതായത് നമുക്ക് സാധാരണ വരുന്നതിനേക്കാൾ കൂടുതൽ രീതിയിൽ വരുമ്പോൾ ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഹൈ വോളിയം എല്ലാം ആയിരിക്കും കാണിക്കുക. ഇവിടെ ഒരു സ്ക്രീനിലാണ് അത് കാണിക്കുക. മൈക്ക് എല്ലാം കണക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമെല്ലാം കാണുക. അതിനാൽ തന്നെ ഈ മൈക്കിന്റെ ഗെയിൻ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നും ഇതുപോലെ ടാപ്പ് ചെയ്തതിന് ശേഷം ഇത് പ്രോ മോഡിൽ വയ്ക്കുക. പ്രോ മോഡിൽ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറെ അധികം ഓപ്ഷൻ എല്ലാം കാണാൻ സാധിക്കും. അതായത് ഇവിടെ നിങ്ങൾക്ക് മൈക്കിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു മൈക്കിന്റെ ഓപ്ഷനിൽ പോയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കും. അത് മൈക്ക് കണക്ട് ചെയ്താലാണ് നിങ്ങൾക്ക് ഇത് ലഭിക്കുക. ഇനി നമുക്ക് ഇവിടെ ഇതുപോലെ കുറെ ഓപ്ഷൻസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇന്റേണൽ സ്റ്റോറേജ് എത്രയാണ് എന്നെല്ലാം കാണിക്കുന്നത്. 103 GB ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ്. നമ്മൾ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം ഇവിടെ കാണിക്കും. അതിനടുത്തായി നിങ്ങളുടെ എക്സ്റ്റേണൽ കാർഡ് എല്ലാം, അതായത് SD കാർഡ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിലും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഞാൻ കാർഡൊന്നും യൂസ് ചെയ്യുന്നില്ല, അതിനാൽ തന്നെ നോ കാർഡ് എന്നാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റോറേജ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് ഇന്റേണൽ സ്റ്റോറേജ് എന്ന് ടാപ്പ് ചെയ്ത് ഇപ്പോൾ നമുക്ക് ഇത് സ്വൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫോർമാറ്റിംഗ് സക്സസ്ഫുൾ എന്ന് വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഡാറ്റ എല്ലാം തന്നെ നിങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നതെല്ലാം ഒഴിവാക്കി ഇപ്പോൾ ഇത് കംപ്ലീറ്റ് എംപ്റ്റി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒട്ടനവധി ഫീച്ചേഴ്സ് എല്ലാം കാണാൻ സാധിക്കും. ഇതിലെല്ലാം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ജോയ്സ്റ്റിക്കിന്റെ സ്പീഡ്, അതായത് ഇതിന്റെ സ്പീഡ്, ബിറ്റ് റേറ്റ് എല്ലാം തന്നെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇത് സ്റ്റാൻഡേർഡിലാണ്. ഹൈയിലേക്ക് മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇനി ഇതുപോലെ വയർലെസ് കണക്ഷൻ, വയർലെസ് ഇൻഫോ, വയർലെസ് ഫ്രീക്വൻസി, റീസെറ്റ് കണക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന് താഴെയായി നിങ്ങൾക്ക് റൊട്ടേറ്റ് സ്ക്രീൻ ടു പവർ ഓഫ് എന്നത് നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓഫ് ആകണോ അതോ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഓഫ് ആകണോ, ഇങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാം സെറ്റ് ചെയ്യാനുള്ളതാണ് വരുന്നത്. ഇനി ഇതാണ് മൈക്കിന്റെ ഓപ്ഷൻ. ഈ മൈക്കിന്റെ ഓപ്ഷനിൽ പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും മൈക്കെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ആ കണക്ട് ചെയ്തിരിക്കുന്ന മൈക്കെല്ലാം ഇവിടെ കാണിക്കും. ഇപ്പോൾ ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല. ഇവിടെ ട്രാൻസ്മിറ്റർ 1 അതുപോലെ ട്രാൻസ്മിറ്റർ 2 എന്ന ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ 2 മൈക്കെല്ലാം വയർലെസ് ആയി കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്മിറ്റർ 1 ആണോ 2 ആണോ ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ മൈക്ക് കണക്ട് ചെയ്തതിന് ശേഷം ലോ കട്ട് ഫീച്ചർ ഓപ്പൺ ചെയ്യുന്നതിന്, 32 ബിറ്റ് ഫ്ലോട്ട് റെക്കോർഡിംഗ് ഓൺ ചെയ്യുന്നതിന്, അതുപോലെ ഓഡിയോ ടു വീഡിയോ സിങ്ക്, ക്ലിപ്പിംഗ് കൺട്രോൾ, LED ഓൺ ആക്കണോ അതോ വൈബ്രേഷൻ വേണോ, ഓട്ടോ പവർ ഓഫ്, ഇങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഫോർമാറ്റ് ട്രാൻസ്മിറ്റർ 2, ഫോർമാറ്റ് ട്രാൻസ്മിറ്റർ 1, ഇപ്പോൾ നിങ്ങളുടെ ചില ഇന്റേണൽ റെക്കോർഡിംഗ് എല്ലാമുള്ള കപ്പാസിറ്റി എല്ലാമുള്ള മൈക്ക് 3 പോലുള്ള ഡിവൈസ് എല്ലാം തന്നെ അതിലുള്ള ഇന്റേണൽ റെക്കോർഡിംഗ് എല്ലാം തന്നെ ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആഡ് സബ്ജക്റ്റ്, അതായത് നമുക്ക് ഏതെങ്കിലും ട്രാക്ക് ചെയ്യണമെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് അത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ലഭിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഈ ഒരു സ്ക്രീനിൽ ഇവിടെ നിന്നും ഇങ്ങോട്ട് ടാപ്പ് ചെയ്യുമ്പോഴാണ് ഈ പ്രോ മോഡെല്ലാം നമുക്ക് ലഭിക്കുക. പ്രോ മോഡിൽ തന്നെ നിങ്ങൾക്ക് പലവിധ ഓപ്ഷൻസ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്യൂട്ടി ഓൺ ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ സ്കിന്ന് അതുപോലെ നമ്മുടെ ഫേസ് എല്ലാം കുറച്ച് ബ്യൂട്ടിഫൈ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണിത്. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് ഓഫ്, സ്മൂത്ത്, ബ്രൈറ്റ്നസ്, ഇങ്ങനെ ഏത് ഇതാണ് വേണ്ടത് ഇതെല്ലാം സെലക്ട് ചെയ്യാം. സ്കിൻ ടോൺ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്.
ഇങ്ങനെ അനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ബാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിലിം ടോൺ എല്ലാം ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫിലിം ടോൺ എല്ലാം തന്നെ ഈ ഒരു വീഡിയോക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. പലതരത്തിലുള്ള ടോൺസ് എല്ലാം നമ്മൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഇവിടെ നിന്നും സ്വൈപ്പ് ചെയ്ത് ഇവിടെ നമുക്ക് എക്സ്പോഷർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് മാനുവൽ അല്ലെങ്കിൽ ഓട്ടോ എല്ലാം സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇത് ഓട്ടോ ആണ്. മാനുവൽ വൈറ്റ് ബാലൻസ് എല്ലാം സെറ്റ് ചെയ്യാനും ഓട്ടോ വൈറ്റ് ബാലൻസ് വേണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാം. നല്ല ക്ലാരിറ്റിയിൽ ഇത് കുറച്ചെല്ലാം അറിവുള്ളവർക്ക് മാനുവലായി സെറ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള വീഡിയോസ് എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇനിയാണ് ഈ കളർ നോർമൽ എന്ന ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇത് മാറ്റി നിങ്ങൾക്ക് ഇവിടെയാണ് HDR 10 ബിറ്റ് വേണോ അതോ നിങ്ങൾക്ക് ഡിലോഗിൽ ഷൂട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഡിലോഗ് 10 ബിറ്റിൽ ഷൂട്ട് ചെയ്യണോ എന്നെല്ലാം വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ എല്ലാം സെലക്ട് ചെയ്ത് ഈ ഒരു കാര്യമെല്ലാം സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാം. ഏറ്റവും നല്ല രീതിയിൽ കളർ ഗ്രേഡിംഗ് എല്ലാം വേണ്ടവർ ഈ ഡിലോഗ് 10 ബിറ്റ് എല്ലാം യൂസ് ചെയ്യാം. ഇനി ഈ പ്രോ മോഡ് എല്ലാം നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ തന്നെ ലഭിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യെല്ലോ കളർ പോയി ഇവിടെ വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ പ്രോ മോഡ് എല്ലാം തന്നെ ഡിസേബിൾ ആണ്. ഒന്നുകൂടി ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോ മോഡ് എല്ലാം കാണാൻ സാധിക്കും. പ്രോ മോഡിലാണ് നമുക്ക് മൈക്ക് ഗെയിൻ എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരിക. മൈക്ക് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതുപോലെ റെക്കോർഡിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരുടെയെങ്കിലും ഫേസ് എല്ലാം ഉള്ള ആ ഒരു ഫേസിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ട്രാക്കിംഗ് ഓൺ ആകും. ഇങ്ങനെ ട്രാക്കിംഗ് ഓൺ ആകുമ്പോൾ നമുക്ക് ആ ഒരു ആളെനെ അത് കറക്റ്റായി അവിടെ ട്രാക്ക് ചെയ്യുന്നത് കാണാം. അതുപോലെ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടി പേഴ്സൺ ട്രാക്കിംഗ് വേണോ അതോ സിംഗിൾ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇരിക്കുന്നത് മൾട്ടി പേഴ്സൺ ട്രാക്കിങ്ങിലെല്ലാമാണ്. അതുപോലെ കുറേ അധികം ഡൈനാമിക് ഫ്രെയിമിംഗ്. ഇനി താഴേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് സ്പിൻ ഷോട്ട് 90 സ്പിൻ ഷോട്ട് 180 എല്ലാം റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഈ ഒരു ലെൻസ് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കറക്റ്റായി വെച്ചതിന് ശേഷം ഈ ഒരു ജോയിസ്റ്റിക്ക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ലെൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനാണ് ഈ ജോയിസ്റ്റിക് എല്ലാം നമുക്ക് വളരെ ഈസിയായി യൂസ് ചെയ്യാം. അതുപോലെ ഇവിടെ പവർ ഓഫ് പവർ ഓൺ ബട്ടൺ എല്ലാം ഉണ്ട്. ഇനി സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. ഇത് ഡയറക്റ്റായി 3x പോകുന്നത്. ഒന്നുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ 1x വരും. അപ്പോൾ നമുക്ക് സഡനായി നിങ്ങൾ എന്തെങ്കിലും പുറത്ത് ഔട്ട്ഡോർ എല്ലാം റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സൂം ചെയ്ത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്താൽ മതി. ഈ ഒരു സ്വിച്ച് ഒന്നുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇത് 1x തന്നെ മാറുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സൂമിങ് ഇത് 1x അല്ലാതെ നിങ്ങൾക്ക് ഈ സൂമിങ് നേരെ 3x പോകേണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്ത് പിടിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 1.4 2x ഇങ്ങനെ നമുക്ക് സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് ജസ്റ്റ് സൂം ഔട്ട് ആവുകയും ചെയ്യും. ഇത്തരത്തിൽ ഈ രണ്ട് സ്വിച്ച് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ സൂമിങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഡയറക്റ്റായി 3x പോകുന്നില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷനും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഇനി പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഈ ഒരു എക്സ്റ്റൻഷൻ എങ്ങനെയാണ് ഇവിടെ കറക്റ്റായി ഇരിക്കുന്നത്, ഇതുപോലെ ഇത് കണക്ട് ചെയ്യുകയാണെങ്കിൽ റിമൂവ് ആയി പോവില്ലേ എന്നെല്ലാം ഡൗട്ട് ഉണ്ടാകും. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ നമുക്ക് ടാപ്പ് ചെയ്ത് പിടിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ ഇല്ലാതെ തന്നെ ചാർജ് ചെയ്യാനുള്ള USB പോർട്ട് എല്ലാം വരുന്നുണ്ട്. ഇനി ഇതുപോലെ നിങ്ങൾക്ക് ഈ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സൈഡിൽ രണ്ട് ഭാഗത്ത് ഇതുപോലെയാണ് ഇത് റിമൂവ് ആകുന്നുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ഇവിടേക്ക് കറക്റ്റായി ജോയിൻ ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം ഇവിടെ ഇത് ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് സൈഡിലായി നമ്മൾ ഇത് ലോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് അഴിയാതെ അല്ലെങ്കിൽ റിമൂവ് ആകാതെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് ഈ ഒരു ട്രൈപോഡ് എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വ്ളോഗിംഗ് സെറ്റപ്പ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോംബോ മോഡലിലാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യമെല്ലാം വരുന്നത്. നല്ല ഒരു ക്വാളിറ്റിയോട് കൂടിയ ഒരു ചെറിയ ട്രൈപോഡ് എല്ലാമാണിത്. ഇത് നിങ്ങൾക്ക് മൈക്ക് ഇതുപോലെ സ്റ്റാൻഡ് ചെയ്ത് വെക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒന്ന് ലെങ്ത് എല്ലാം ലഭിക്കുന്നതിനും ഇങ്ങനെ നിങ്ങൾക്ക് പിടിച്ച് ഈ വ്ളോഗിംഗ് എല്ലാം ചെയ്യുന്നതിനെല്ലാം വളരെ യൂസ്ഫുൾ ആയ കാര്യമാണ്.